ഇന്ന് നമുക്കില്ലേ ചെറുതായിട്ട് ഒന്ന് വീട് ക്ലീൻ ആക്കല് അതല്ലോ നമ്മളിവിടെ പറയുന്നത് എന്താ പറഞ്ഞാൽ നോമ്പിൻ്റെ ഒരുക്കൽ എന്നുള്ളൂ. അല്ലാത്ത പല നാട്ടിലും പല പറയലല്ലേ നനച്ചുകുളി അങ്ങനെയല്ലോ അല്ലേ. നമ്മളിവിടെ പറയലല്ലേ, നമ്മളെ കാസർഗോഡുകാർ പറയല് ഒരൊരുക്കൽ നോമ്പിൻ്റെ ഒരുങ്ങിയിട്ടായെന്നല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വിളിച്ച് ചോദിക്കും നോമ്പിൻ്റെ ഒരുക്കിയിട്ടായെന്ന്. മുമ്പേ തുടങ്ങുമല്ലോ നോമ്പിന് മുന്നേ തന്നെ. ഒരു റജബിൽ തന്നെ തുടങ്ങും. പിന്നെ റജബല്ല ഷഹബാനിൽ തന്നെ തുടങ്ങും. നമ്മളടി കുറച്ച് ചെറിയൊരു ഒരുക്കമെല്ലാം ഉണ്ടായിന്. അപ്പോൾ എന്താ പറഞ്ഞാൽ എൻ്റെ കസിൻ്റെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ആളുമായല്ലോ ഒന്നിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ചിക്കൻ കറിയും ചിക്കൻ മസാലക്കറിയില്ലേ, തക്കാളി എല്ലാം അരച്ചിട്ടാണ് ഒഴിച്ചത്. എല്ലാം ഒഴിച്ചിട്ട് പച്ചമുളക് അധികം ഇട്ടിട്ട്, പച്ചമുളകും കുരുമുളകും അധികം ഇട്ടിട്ട് വെച്ചത്. കുറച്ചാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുന്നത്, വറുത്തത്. ബാക്കിയെല്ലാം പച്ചമുളകും കുരുമുളകും ഇട്ടിട്ട് വെച്ചൊരു പച്ചക്കറി പോലെ വെച്ചതാണ് ഞാൻ. മസാലക്കറിയില്ലേ അതുപോലെ. ബിരിയാണിയല്ല അങ്ങനെ. പിന്നെ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കിന്. അത് നമ്മൾ തെർമൽ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിന് പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട്. കാരണം എന്താ പറഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഇതെല്ലാം പണിയുണ്ടല്ലോ കിച്ചണിൽ ഒരുക്കൽ അത് ഇതെല്ലാം അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അതെല്ലാം പണിയെടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറ് കറിയെല്ലാം റെഡിയായി. ഇങ്ങനെ വെച്ചെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചോറും ആയി കിട്ടും. പിന്നെ ഈ ഇപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ പിള്ളേർക്കെല്ലാം നെയ്ച്ചോറ് വെക്കുമ്പോൾ ചട്ടിൻ്റെ അടിക്ക് പിടിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നല്ല ഗുണമുള്ള കാര്യമാണ് ഇങ്ങനെ വെക്കൽ. എന്ത് എന്ത് കോഴിയാ? കോഴി എന്നെ കുഞ്ഞിന് കോഴി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഫസ്റ്റ് തന്നെ വെക്കുന്നത് കോഴിയാന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്കില്ല ഇതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. കുഞ്ഞുങ്ങളെ വായിന്ന് ഓരോ വാക്കും ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നല്ല രസം ഉണ്ടാവുമല്ലോ അല്ലേ. ഒരു പറയുന്നത് നമ്മൾ കാത്തിട്ട് നിൽക്കും എന്ത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ മക്കളെല്ലാം അങ്ങനെ ഓരോ വാക്ക് പറയുമ്പോൾ ഒരു ഭയങ്കര ക്യൂട്ടാണ് അത് കേൾക്കാനല്ലേ. ആ ഫസ്റ്റത്തെ വാക്ക് കേൾക്കാനെല്ലാം ഭയങ്കര ക്യൂട്ടാണ്. ഓരിങ്ങനെ അറിയാതെ പറയുന്ന വാക്കല്ലേ അതെല്ലാം. ഓരോ ചിരിയും കളിയെല്ലാം അങ്ങനെ കുറേ ദിവസം എത്തുണ്ടായിരുന്നല്ലോ. അങ്ങനെ അത്ര ദിവസം നല്ല രസം ഉണ്ടായിരുന്നു. എൻ്റെ കരച്ചിലും എൻ്റെ കുസൃതിയും അങ്ങനെ കളിയെല്ലാം ആയിട്ട്. അങ്ങനെ കിച്ചണിൽ മേലെല്ലാം കുറച്ചെല്ലാം ഒരുക്കുന്നുണ്ട്. അശുവാനും എല്ലാം കിച്ചൺ. നമ്മളെ കിച്ചണില്ലേ വലിയ കിച്ചണാണ്. എൻ്റെ പുരയിലെങ്കിലും ഇത്രയും വലിയ കിച്ചണില്ല അറിയോ. പക്ഷേ എന്താ പറഞ്ഞാൽ കുറച്ച് പഴയ വീടല്ലേ ഇത്, പഴയ വില്ലയാണ്. അപ്പോൾ അതിൻ്റേതായ കേടുപാടെല്ലാം കിച്ചണിനുണ്ട്. പിന്നെ നമ്മളെ സ്വന്തമല്ലല്ലോ ഇത്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് എപ്പോഴും നന്നാക്കിയിട്ടൊന്നും കിട്ടുമൊന്നുമില്ല. അപ്പോൾ എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു കിച്ചണിൽ. അപ്പോൾ പിന്നെ നമ്മളിവിടെ ഇല്ലേ ഈ ബോക്സിൻ്റെ ഉള്ളിലെല്ലാം ഇത്രയും പാത്രം ഉണ്ടായിന്, ഇത്രയും സാധനം ഉണ്ടായിനെന്ന് ഇതിൽ എടുത്തപ്പോഴാണ് മനസ്സിലായി. അത്രയും സാധനം ഉണ്ടായിന്. ഇതിൽ എങ്ങനെ പഠിച്ചോനെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചതെന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചേ. പലതരം മണ്ണിൻ്റെ ചട്ടി അത് ഇതെല്ലാം എന്താ പറഞ്ഞാലില്ലേ. ഇപ്പോൾ ഈ ഇല്ല മക്കളെല്ലാം പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചെങ്കിൽ മൺചട്ടിയിൽ ഒരു തിന്നെങ്കിൽ അത് ആ ചട്ടിയിൽ എനിക്ക് കൊണ്ടുതരും, എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കഴുകിയിട്ട് സ്റ്റോക്കൊക്കെ എന്തിനെന്ന് എനിക്കും അറിയില്ല, കൊണ്ടു തരുന്ന ഓർക്കും അറിയില്ല. അതുപോലെ എല്ലാം എടുത്തു വെക്കും ഞാൻ. ചിലത് പൊട്ടിപ്പോവും, ചിലത് അങ്ങനെ ഉണ്ടാവും. അത് എടുത്തു വെക്കാൻ എനിക്കൊരു ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എനിക്ക് കൊണ്ടു തരുന്നതും. അച്ചാർ കിട്ടിയതാ, അച്ചാർ ഫ്രിഡ്ജിൻ്റെ അടി ക്ലീൻ ആക്കുമ്പോൾ അച്ചാറിൻ്റെ ബോട്ടിലെല്ലാം കിട്ടി. അച്ചാറിൻ്റെ ഇതില്ലേ റെസ്റ്റോറൻറ്റിലെല്ലാം കൊണ്ടുവന്ന് അതെല്ലാം കിട്ടീന്. അവിടെ ബാക്കിയായി പോയതാണ് ഫ്രിഡ്ജിൻ്റെ അടിയിൽ. ഇത് പതിരാവുള്ളതിന് പണിയല്ലോ. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കില്ലേ പിന്നെ ഫലൂദ അതെല്ലാം കൊണ്ടുവന്നിട്ടെല്ലാം തിന്നിന്. നല്ലോണം പൈക്കുമല്ലോ നല്ലോണം പണിയെടുത്തിട്ടാകുമ്പോൾ. അങ്ങനെ എല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ടായിട്ടുള്ള എല്ലാം ക്ലീനാക്കി മാത്രം പാത്രം ഒന്നും എടുത്തേക്കാൻ കഴിഞ്ഞിട്ടാണ്. കാരണം കുറേ കളയാനും കുറേ എടുത്ത് വെക്കാനും അങ്ങനെയെല്ലാം ഉണ്ടായത്. ഇത്രയെല്ലാം പിടിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിന്. പിന്നെ ഇതിൽ ഒരു 3/4% കളയാൻ തന്നെ ഉണ്ടായിരുന്നത്. അത്രയും കുറേ കച്ചറ സാധനമെല്ലാം അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. മോന് വരുമ്പോഴത്തേക്കിനില്ലേ ഇങ്ങനെ അവലും അത് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. മുട്ടമാല, അവൽ, അത് ഇത് കാണുമ്പോഴത്തേക്കിന് നമ്മളെ നാട്ടിലെ മൊയ്ലുദ്ദീനെല്ലാം റബിലെ മൊയ്ലുദ്ദീനില്ലേ ഇങ്ങനെയെല്ലാം കൊടുക്കുമല്ലോ അതുപോലെ തോന്നിയിന്.
പിന്നെ കുറച്ച് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിറ്റേ ദിവസം അന്ന് അവൾ പോകുന്നത്, അപ്പോൾ രാത്രിയിൽ പോകുന്നത്. അപ്പോൾ രാവിലെ ഞാൻ പുഡിങ് എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നല്ലോ ഫമിത പുഡിങ് ഉണ്ടാക്കുന്ന കാണിക്കണമെന്ന്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന പുഡിങ് അറിയാം, ഞാൻ സ്പെഷ്യലൊന്നുമല്ല. അപ്പോൾ ഇത് ബട്ടർ പുഡിങ് ഇല്ലേ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന. അപ്പോൾ കസ്റ്റേർഡ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ അത്ര അളവ് അതൊന്നും ഞാൻ നോക്കലില്ല. ഒന്നാമത് ഞാൻ അളവിലൊന്നും ഉണ്ടാക്കലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ പോലെ ഉണ്ടാക്കും. അങ്ങനെയാണ് മുമ്പേ പുഡിങ് ആയാലും എന്ത് ഉണ്ടാക്കൽ. അങ്ങനെ കസ്റ്റർഡ്, പിന്നെ ബ്രെഡ്, ബട്ടർ ഇതെല്ലാം ഇട്ടിട്ട് പാലിൽ പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിന് അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന പുഡിങ് അല്ലേ ഇത്. പക്ഷെ നല്ല ടേസ്റ്റാണ് അറിയോ, ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരുന്നു നല്ല ടേസ്റ്റാണ്. അതെല്ലാം ഒന്ന് തിളപ്പിച്ചിട്ട് മിക്സ്. ഞാൻ പാല് ഫസ്റ്റേ തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിന് ഞാൻ. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ നമുക്ക് അങ്ങനെ. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ചിട്ട് വെച്ചെങ്കിൽ ഈ പുഡിങ് റെഡി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് കുറേ ആൾ ഉണ്ടാക്കിയിട്ടെല്ലാം ഞാൻ കണ്ടിന്. പക്ഷെ ഞാനത് നോക്കിയിട്ടൊന്നല്ല ഉണ്ടാക്കിയത്. ഞാൻ എൻ്റെ റിലേഷൻ്റെ അവിടെ പോയിട്ടാകുമ്പോൾ, നാട്ടിൽ പോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിന് അറിയോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഉണ്ടാക്കി ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. മുട്ടയില്ല, ബട്ടർ, പാല്, കസ്റ്റർഡ് അങ്ങനെയല്ല. അങ്ങനെയുണ്ട്. രാത്രിയാകുമ്പോഴത്തേക്കിന് കസിൻ്റെ വൈഫും കുഞ്ഞെല്ലാം തിരിച്ചു പോകുന്നുണ്ട്. കുറച്ച് ദിവസമായല്ലോ വന്നിട്ട്. അപ്പോൾ മോനാന്ന് കൊണ്ടാക്കുന്ന ഒരു ദുബായിൽ നൈഫിലാണ് താമസിക്കുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കിന് മക്കളെല്ലാവരും കൊണ്ടാക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ദുബായിക്ക് എത്തുമല്ലോ. പിന്നെ കുഞ്ഞിനെ അവർക്ക് പിരിയുന്നതും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അത്രയും സമയമെങ്കിൽ പിന്നെയും കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടാക്കാൻ പോകുന്നുണ്ട്. അതെന്ത് മൂൺ 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 ചെല്ലേ പോയിട്ട് വാ. എപ്പോ വരുന്നേ? പിറ്റേന്ന് വരാത്ത നമുക്ക് ഇന്നല്ലേ ഇവിടെ നാട്ടിലല്ലോ നമുക്ക് ഒരു ദിവസം മുമ്പല്ലേ ബറാത്ത് ഉണ്ടായത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ദോശയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. മക്കൾക്ക് സ്കൂളുണ്ടായിന്, കുട്ടികൾക്ക് അങ്ങനെ നോമ്പ് പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്യാബേജെല്ലാം ഇങ്ങനെ ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല സുഖം അറിയോ. നമ്മൾ ഇത് സലാഡ് ഉണ്ടാക്കുന്നത് അത് എടുത്തിട്ടില്ലേ, അതിൻ്റെ ഒന്നിച്ച് കിട്ടിയതാണ് ഇത്. അതിൻ്റെ ഒന്നിച്ച് കിട്ടിയ ഫ്രീ ആണ്. നല്ല രസമുണ്ട്. അതിന് ക്യാബേജ് ഇങ്ങനെ ക്യാരറ്റും എല്ലാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന്. അല്ല ക്യാബേജ് മുറിക്കുന്നതില്ലേ എനിക്ക് ഭയങ്കര പണിയുള്ളതാണ്. അതെനിക്ക് ശരിയാവേ ഇല്ല. മറ്റേ ഇതാക്കുമ്പോൾ എൻ്റെ കൈയും ഇങ്ങനെ പീസായിട്ട് പോകും. അതുപോലെയാണ് നമ്മൾ ഇതാക്കുന്നില്ലേ, അതിൽ നമുക്ക് ശരിയാവലേ ഇല്ല. ഇത് നല്ല സുഖമുണ്ട്. ഇതൊന്നിച്ച് ഫ്രീ കിട്ടിയതാണ് ഈ കത്തി. അപ്പോൾ ഇതാ ക്യാബേജെല്ലാം പെട്ടെന്ന് അതിൻ്റെ ഒരു വറവുണ്ടാക്കി. വറവ് പറയൽ എല്ലാത്തിനും ഓരോ പേരും ഓരോ സ്ഥലത്തും ഓരോ മാറ്റമല്ലോ അല്ലേ. നമ്മളിവിടെ തോരനൊന്നും പറയലില്ല, നമ്മൾ ഈ പച്ചക്കറിയിൽ വറവുണ്ടാക്കുന്നൊന്നുമില്ല. അങ്ങനെ അതൊന്നും ഉണ്ടാക്കി. പിന്നെ മത്തി ഉണ്ടായിന് കുറച്ച് മുളകിൽ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചിക്കൻ കറിക്കെല്ലാം റെഡിയാക്കി വെച്ചിന്. പക്ഷേ ചിക്കൻ ഉണ്ടായിട്ടേ നമ്മളെ പുരയിൽ. അങ്ങനെ ചിക്കന് പിന്നെ കൊണ്ടുതരാമെന്ന് മോന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ പെട്ടെന്ന് ഞാൻ മത്തിക്കറിയെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കാൻ പറ്റുന്നതല്ല മുളക് കറി എന്ന് പറഞ്ഞാൽ. അങ്ങനെ വലിയ സ്പെഷ്യലൊന്നും അല്ല, സാധാരണ മത്തിക്കറിയില്ലേ കുറച്ച് അധികം പുളിയെല്ലാം ഇട്ടിട്ട് വെക്കുന്നത്, അതിനെന്തായാലും ടേസ്റ്റ് അല്ലേ. പിന്നെ നമുക്ക് വരാതെ സ്പെഷ്യൽ കുറച്ച് ഗോതമ്പ് കഞ്ഞിയില്ലേ, ഗോതമ്പ് പായസം, അതുണ്ടാക്കാൻ ഗോതമ്പ് ഞാൻ വേവാൻ വെച്ചിട്ടുണ്ടായിന്. കളിക്കുന്ന ഉള്ളൊഴിക്കണോ? നീ കുടിക്കാനല്ലാതെ ഒരു മിൽക്ക് മേഡ് കുറെ ആൾക്കാർ. എന്ത് മമ്മി?
എന്ത് മമ്മിക്ക് നാളെ കയ്യല്ല വരാൻ നോക്കാം ഇൻഷാ അല്ലാ. മമ്മി അങ്ങനെ പറഞ്ഞിനി അങ്ങനെ പറഞ്ഞേ എല്ലാരും ഉമ്മയും വരും. എങ്ങനെ ഇപ്പൊ ഞാനിങ്ങനെ പോന്നെ നോക്കാം ഇൻഷാ അല്ലാ. നോക്കട്ടെ ഇൻഷാ അല്ലാ. കലക്കൂ കയ്യിലിട്ടോ അത് അടുക്കി പിടിച്ചോണ്ടോ എന്താ കൂടുതലിടില്ല അത് കൂടുതലല്ല. കസ്റ്റഡ് ആപ്പിള് കൽക്കട്ട് കൽക്കിയില്ല എന്താ പറയാ അല്ലേ ഫ്രീസറിൽ വെക്കുന്നത് ഇന്നല്ലേ അറ്റ കുടിക്കുന്ന നോക്കിയേ. കാശ്മീരിൽ കുടിക്കുന്ന ഒരു ഫീൽ കിട്ടിയില്ല. കാശ്മീരിൽ കുടിക്കുമ്പോഴേ കറണ്ട് പോവും. അവിടെ ഇഷ്ടം പോലെ മൈലാഞ്ചി ഉണ്ട് വേണ്ട. ഇനി അതിന് എടുത്തേക്കുന്നതിന് ഒരു തുള്ളി നമ്മൾ കിച്ചണ് ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടാലോ. ക്ലീൻ ആക്കിയത് ഇങ്ങനെയാണ്. നല്ല അതിനെയാവേ. ഇപ്പോൾ എന്തായാലും പഴയ കിച്ചണല്ലേ, എന്നാലും ഇത്രയും ക്ലീൻ ആയല്ലോ. ഇനിയിപ്പോൾ അപ്പം നോമ്പിൻ്റെ നമ്മളെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിന്. ഇനി ബാക്കി കുറച്ച് അപ്പുറത്തെല്ലാം ഉണ്ട്, ക്ലീൻ ആയിക്കൊണ്ടുണ്ട്. നമ്മളുടെ പിന്നെ മക്കളെല്ലാം ഉണ്ടേന്നോട്ട് അറിയാലോ, എല്ലാം കച്ചറാക്കും അപ്പോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ